നമുക്ക് തട്ടുകടയിലെല്ലാം കിട്ടുന്ന ചില്ലി ഗോബി എന്ന് ഇവിടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കോളിഫ്ലവറെല്ലാം കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് വേവിച്ചിട്ട് ഊറ്റലാന്നേ. ചെറിയ ചൂടെല്ലാം മാറിയതിൻ്റെ ഇപ്പോൾ ഒരു 3 സ്പൂണ് കോൺഫ്ലവർ പൊടി, 2 സ്പൂണ് അരിപ്പൊടി ഇട്ട് ഇനി ഇതിന് ഒരു 3 സ്പൂണോളം കടലമാവ് പൊടിയാണ്, കടലമാവാണ് ഇടുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഞാൻ ആ കോളിഫ്ലവറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുമ്പോൾ. ചെറിയൊരു തിള വന്നാൽ മതി. അതിൽ പുഴുവെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പുഴുവും ചെറിയ ചെറിയ എന്തെങ്കിലും പ്രാണി വെറ്റിയത് കാണില്ല, അതിന് വേണ്ടിയിട്ടാണ് ചെറുങ്ങനെ ഒന്ന് അത് വേവിച്ചെടുക്കുന്നു. ഒരു അരമൂടി നാരങ്ങ നീര്, പിന്നെ ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കലക്കിയെടുക്കുക. കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കണം, എന്നാലാണ് ആ കോളിഫ്ലവറിൽ ആ കലക്കിയ മാവ് അതിന് പോയി നല്ല ഒട്ടിപ്പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെള്ളം പോലെ ആകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ പാകം. നോക്കൂ, കണ്ട. അതേപോലെ എല്ലാം കലക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചാൽ അത് അതിൻ്റെ മേലെല്ലാം നല്ല ഒട്ടി നിൽക്കും. അതിന് ശേഷമാണ് നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ച് എണ്ണയിൽ എടുക്കേണ്ടത്. നല്ല തട്ടുകടയിലെല്ലാം കിട്ടുന്ന അതുപോലെ തന്നെ ഉണ്ടാവും. ചില്ലി ഗോബി എന്ന് പറയും ഇവിടെ. നമുക്ക് കണ്ട നല്ല കളറിൽ കിട്ടിയിട്ട് നല്ല ഒന്നോടൊന്നും ഒട്ടാണ്ട് നമുക്കെല്ലാം ഇതേപോലെ എല്ലാം പൊരിച്ച് എടുക്കാം. പൊരിച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഇത് കഴിക്കാം. നല്ല കുട്ടികൾക്കെല്ലാം ഇത് എരിവില്ലാതെ കാരണം നല്ല ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികളെല്ലാം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കും. അതെൻ്റെ മോന് വേണ്ടിയിട്ട് കൊടുക്കുന്ന. താങ്ക് യു. അവന് നല്ല ഇഷ്ടമാണ് ഇത്.